ഡാനി ഇപ്പോൾ കൂടിയുണ്ട്. ഡാനി, കൊച്ചിയിലെ സാഹചര്യം എങ്ങനെയാണ്? കൊച്ചിയിലും എറണാകുളത്തും ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ ഇന്നലെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ കൊടചൂടി നിൽക്കേണ്ട സാഹചര്യം ഡാനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ അറിയാം, അവിടെ പുറത്താണ് നിൽക്കുന്നത്. എങ്ങനെയാണ് മഴ? രാവിലെ കാര്യമായി ഇല്ല എങ്കിൽ പോലും രാത്രിയിൽ ശക്തമായി പെയ്തിരുന്നോ? രഞ്ജിത്ത, രാവിലെ മഴ കുറവാണ്. പക്ഷേ ഇന്നലെ രാത്രിയെല്ലാം തന്നെ മഴ വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ജില്ലയുടെ പല മേഖലകളിലും അതിശക്തമായ രീതിയിൽ തന്നെ മഴ ലഭിച്ചു. ഇന്നും മഴയ്ക്കുള്ളൊരു വലിയ സജീവ സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഇപ്പോഴും മഴ ഒന്ന് കുറഞ്ഞ് രാവിലെ മുതൽ പുലർച്ചെ മുതൽ മഴ ഒന്ന് കുറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും മഴ ഒഴിഞ്ഞൊരു അന്തരീക്ഷം എന്ന് പറയാൻ പറ്റില്ല. ചെറിയ രീതിയിൽ തുള്ളിയെടുത്ത് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളത്. ഏതു സമയവും കനത്ത ഒരു മഴ പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ തന്നെയാണ് പൊതുവിലുള്ള ഒരു പ്രതീതി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന മഴ അത് പല മേഖലകളിലും, ജില്ലയുടെ പല മേഖലകളിലും ദുരിതം വിധിച്ചിട്ടുണ്ട്. സാധാരണ കൊച്ചി നഗരത്തിലേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ സമയത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല. കാരണം ഇതിനെ ഒരു മഴയ്ക്ക് തുടർച്ചയായി പെയ്യാതെ തന്നെ അതിന് ചില ഇടവേളകൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ആശ്വാസം നഗരത്തിനുണ്ട്. വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് നഗരത്തിനകത്ത് ഉണ്ടായിട്ടില്ല. കാരണം ശുചീകരണ പ്രവർത്തനവും കാര്യങ്ങളും എല്ലാം കൊണ്ട് വലിയ രീതിയിലൊരു വെള്ളക്കെട്ടിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ആ രീതിയിലേക്ക് പോയിട്ടില്ല. പക്ഷേ നഗരത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ കാര്യമായ രീതിയിൽ മഴ ബാധിച്ചിട്ടുണ്ട്. പലയിടത്തും തന്നെയും ചെറിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അത് ചേന്നമംഗലം, അതോടൊപ്പം തന്നെ കുന്നത്തുനാട് താലൂക്കിൻ്റെ പ്രദേശങ്ങൾ, പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങൾ, ഇവിടങ്ങളിൽ 4ഓളം വീടുകൾക്ക് മുകളിലേക്ക് മരം വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എവിടെയും ആളപായങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒപ്പം കാക്കനാട് കീരേലി മലയ്ക്ക് സമീപം അവിടെ നിന്ന് 20ഓളം കുടുംബങ്ങളെ മണ്ണിടിച്ചിൽ ഭീഷണി മൂലം മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ വർഷവും ഇത് മണ്ണിടിയാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള പുനരധിവാസ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഇടയ്ക്കെല്ലാം തന്നെ മഴ വില്ലനാകുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പ് എറണാകുളം ജില്ലയിൽ തുറന്നിട്ടുള്ളത് അവിടെയാണ്. അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തീരമേഖലകളിലേക്ക് വരികയാണെങ്കിൽ കണ്ണമാലിയിലെല്ലാം കടലാക്രമണം അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഏറ്റവും രൂക്ഷമായി ഇപ്പോൾ അനുഭവപ്പെടുന്നത് വൈപ്പിൻ മേഖലയിലാണ്. വൈപ്പിൻ, നായരമ്പലം, എടവനക്കാട് മേഖലകളിലെല്ലാം തന്നെയും രൂക്ഷമായ രീതിയിൽ ഇന്നലെ കടലേറ്റമുണ്ടായിരുന്നു. താൽക്കാലികമായെങ്കിലും ചിലരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അടക്കം വന്നു. അതിനെല്ലാം തന്നെ ജില്ലാ ഭരണകൂടത്തിന് മുൻകരുതലുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വേലിയേറ്റം അനുഭവപ്പെടുമ്പോൾ ഈ കടലാക്രമണം വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നത്. കാരണം അവിടെയെങ്ങും കടൽ ഭിത്തിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് മണൽ വാടകൾ കോരിയാണ് അവിടെ ഭിത്തി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം തകർന്ന് തീരത്തേക്ക് വളരെ രൂക്ഷതയോടുകൂടി തിര വരുന്നൊരവസ്ഥയാണ്. പലരെയും തന്നെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു താൽക്കാലികമായിട്ട്. ഒപ്പം ഇന്നലെ ഒരു സ്കൂൾ ബസ്സിൻ്റെ ചക്രങ്ങൾ ഇതിൽ വഴിയിൽ പുതഞ്ഞ മണ്ണിലേക്ക് പുതഞ്ഞു പോകുന്ന ഒരവസ്ഥ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്തരം ബുദ്ധിമുട്ടുകൾ തീരമേഖലകളിലെല്ലാം തന്നെ അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും മഴ മുന്നറിയിപ്പ് വളരെ ശക്തമായിട്ട് തന്നെയാണ് ജില്ലാ ഭരണകൂടം എടുത്തിരിക്കുന്നത്. ഇന്ന് ജില്ലയിൽ സ്കൂളുകൾക്ക്, വിദ്യാലയങ്ങൾക്കും അതോടൊപ്പം മറ്റ് സ്ഥാപനങ്ങൾക്കുമെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ കൂടിയും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അവർ എല്ലാം ജില്ലയുടെ പരിധിയിൽ തന്നെ തുടരുന്നു. മറ്റ് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. മഴയ്ക്കുള്ളൊരു സജീവ സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. രഞ്ജിത്ത്, ഡാനി തുടരുക.